തിരുവനന്തപുരം കഴക്കൂട്ടത്ത് യുവതിയെ ഹോസ്റ്റലിൽ കയറി പീഡിപ്പിച്ച കേസിൽ പ്രതിയെ തിരിച്ചറിഞ്ഞതായി സൂചന. ഇതര സംസ്ഥാനക്കാരനെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോഴത്തെ അന്വേഷണം. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. റിനു, നേരത്തെ കെട്ടുകേൾവില്ലാത്തൊരു സംഭവമാണ് ഇന്നലെ കഴക്കൂട്ടത്തുണ്ടായത്. ഹോസ്റ്റലിൽ കയറി ഒരു യുവതിയെ പീഡിപ്പിച്ചിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ ഒരു ഇതര സംസ്ഥാനക്കാരനെ കേന്ദ്രീകരിച്ചാണെന്ന് മനസ്സിലാവുന്നു. എന്താണ് പോലീസ് നൽകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ, റിനു? കഴക്കൂട്ടത്ത് ഈ ടെക്നോ പാർക്കിൽ ജീവനക്കാരിയായിട്ടുള്ള യുവതി ഹോസ്റ്റൽ മുറിയിൽ കയറി ആക്രമിക്കാൻ ശ്രമിച്ച ആര് എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രധാനമായി ഉയരുന്നത്. 50 അംഗ സംഘമാണ് കഴക്കൂട്ടം ACPയുടെ നേതൃത്വത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിലവിൽ ചില നിർണായകമായിട്ടുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്നുള്ളതാണ്. പ്രതിയിലേക്കുള്ള സൂചനയും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിച്ചു എന്നുള്ളത് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും CCTVകൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിലായി പരിശോധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതിൽ നിന്നാണ് ഇത്തരം ഒരു സൂചന ലഭിക്കുകയും ചെയ്തത്. പക്ഷേ പ്രതിയെ നിലവിൽ കസ്റ്റഡിയിൽ എടുക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പ്രതിയിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ പ്രതിയെ ഉടൻ കസ്റ്റഡിയിൽ എടുക്കും എന്നുള്ള ഒരു വിവരവും ലഭ്യമാകുന്നുണ്ട്. എന്തായാലും അന്വേഷണ സംഘം അതിനു വേണ്ടിയിട്ടുള്ള തീവ്രമായിട്ടുള്ള ശ്രമത്തിലാണ്. നമുക്കറിയാം, ടെക്നോ പാർക്ക് എന്ന് പറയുന്നത് നിരവധി രാജ്യങ്ങളിൽ നിന്ന് പോലും വന്ന് ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്താണ്. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ താമസിക്കുന്ന ഹോസ്റ്റലുകൾ ഉൾപ്പെടെ ഈ പ്രദേശത്തുണ്ട്. കേട്ടുകേൾവിയില്ലാത്തൊരു സംഭവം തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. വ്യാഴാഴ്ച രാത്രിയോടുകൂടി സംഭവം ഉണ്ടാകുന്നു. തുടർന്ന് പിറ്റേന്ന് രാവിലെയാണ് പോലീസ് സ്റ്റേഷനിലെത്തി യുവതി ഈ പരാതി നൽകുന്നത് എന്നുള്ളതാണ്. റൂമിലേക്ക് കടന്നുകയറി ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഈ കുട്ടി നിലവിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നും പോലീസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതിനുശേഷം പേടിച്ചു. തുടർന്ന് രാവിലെയാണ് ഹോസ്റ്റലിൽ പോലും അറിയിക്കുന്നത്, പോലീസിലും വന്ന് പറയുന്നത്. എന്തായാലും കുട്ടിയുടെ ബഹളം കേട്ട് ഇയാൾ ഇറങ്ങി ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ഒരാളല്ല ഇതിന്റെ പിന്നിൽ എന്നുള്ളതാണ് പോലീസ് വിലയിരുത്തുന്നത്. ഒന്നിൽ കൂടുതൽ പേരുണ്ടാകാം. ഒന്നിൽ കൂടുതൽ പേരുടെ സഹായം ലഭിച്ചെങ്കിൽ മാത്രമേ ഈ ഹോസ്റ്റൽ മുറിക്ക് ഉള്ളിലേക്ക് കടക്കുവാൻ വേണ്ടി കഴിയൂ എന്നുള്ളതാണ് പോലീസ് വിലയിരുത്തുന്നത്. എന്തായാലും നിലവിൽ പ്രതിയിലേക്ക് പോലീസ് എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. റിനു ശ്രീധരാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.